നമസ്കാരം. ഞാൻ ഒരു 5-6 ദിവസം മുമ്പേ അന്തരിച്ചു പോയ നടൻ ശ്രീ ജയൻ സാറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് അവകാശപ്പെടുന്ന മുരളി ജയനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിലുള്ള എൻ്റെ തോന്നലുകളെ പറ്റിയും അത് സത്യമായിരിക്കും എന്നുള്ള എൻ്റെ വിശ്വാസത്തെ പറ്റിയും ഒക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അത് സാമാന്യം ഒരുപാട് പേർക്ക് ആ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ വ്യൂസും കാര്യങ്ങളും എനിക്ക് എന്നെ മനസ്സിലാക്കിച്ചു തന്നത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വീണ്ടും ഇടണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ഇന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഓരോ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിലൊരു വീഡിയോ കണ്ടു. അതായത് ജയൻ സാറ് മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അറിയപ്പെടാത്ത രഹസ്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചിരുന്ന പീരുമേട് ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഇപ്പോഴത്തെ ശോച്യാവസ്ഥയും എല്ലാം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ കണ്ടു. അത് ആരുടെ ചാനലാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അത് കണ്ട വാസ്തവത്തിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ഭയങ്കര വിഷമം തോന്നും. ഓ, അദ്ദേഹം ഇവിടുന്നല്ലേ പോയത്. അങ്ങനെയൊക്കെ. അപ്പം അതിൽ ആ വ്യക്തി പറയുന്നുണ്ട്, അന്ന് അദ്ദേഹം പോയിരുന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി അദ്ദേഹം അവിടെ കേട്ടറിഞ്ഞതും ഇത് പണ്ട് ഞാനും കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം പോവാൻ നേരത്ത് കോളിളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നിർബന്ധമായിട്ടും എനിക്ക് പോകണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുക. നസീർ സാറ്, ജയഭാരതി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് തീർത്തു കൊടുത്തിട്ട് ഞാൻ വരാം. അഥവാ ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ ബോഡിയെങ്കിലും വരും എന്ന് അദ്ദേഹം ഒരു അറം പറ്റുന്ന പോലെ പറഞ്ഞു. അപ്പോൾ അത് തന്നെ എല്ലാവർക്കും ഒരു വിഷമമുണ്ടാക്കി. അപ്പോൾ നസീർ സാറ് പറഞ്ഞു, സൂക്ഷിക്കണേ, ഇങ്ങനെയുള്ള ഹെലികോപ്റ്റർ ഇതൊക്കെ സീനൊക്കെ ഡ്യൂപ്പിടാതെ ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം അത് ചിരിച്ച് തള്ളിക്കൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ പോവാൻ നേരത്ത് പതിവില്ലാതെ മേക്കപ്പ് മാനോട് പോട്ടേടാ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ അങ്ങനെയൊന്നും പതിവില്ലാത്തതാണെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കോളിളക്കം ഇനി കോളിളക്കത്തിൻ്റെ സെറ്റിലേക്ക് പോവുകയാണെങ്കിൽ 3ഓ 4ഓ പ്രാവശ്യം ടേക്ക് ഓക്കെ ആയിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും എടുക്കണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ഡയറക്ടർക്ക് പക്ക ഓക്കെ ആയതാണ്. അതിൻ്റെ ആവശ്യമില്ല, നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. ഇല്ല, അത് വീണ്ടും എടുത്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ എന്ന് പറഞ്ഞ് പാക്കപ്പ് ചെയ്ത ഷൂട്ടിംഗ് യൂണിറ്റിനെ എല്ലാം തിരിച്ചിറക്കി വീണ്ടും ഇദ്ദേഹത്തിന് നിർബന്ധം സഹിക്കവയ്യാതെ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ 3 കാരണങ്ങളും കുറച്ചൊരു മനസ്സിൽ നമുക്ക് ഇതെന്താ അങ്ങനെ ഓക്കെ ആയ സീൻ അദ്ദേഹം എന്തിന് വീണ്ടും വീണ്ടും എടുക്കണം എന്ന് പറഞ്ഞു. അത് നമുക്കങ്ങനെ ചിന്തിച്ചു നോക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു MGR ലത എന്ന് പറയുന്ന ഒരു നടിയായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം ഏറെക്കുറെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് MGR വളരെ എതിരായിരുന്നു. അപ്പോൾ MGR അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ അപായപ്പെടുത്താനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥകൾ തന്നെയാണ്. അപ്പോൾ അതിനെ MGRനെ പോയി പറഞ്ഞ് മനസ്സിലാക്കിച്ചതും ജയനെ പിന്തിരിപ്പിക്കാൻ നോക്കിയതും എല്ലാം നസീർ സാറും ഉമ്മറും ഒക്കെ കൂടിയിട്ടായിരുന്നു. പക്ഷെ ജയൻ ഒട്ടും പിന്നിലേക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വീറും വാശിയും സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലും ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം പിന്മാറിയില്ല. അത് അങ്ങനെ ഒരു വാസ്തവം. പിന്നെ അദ്ദേഹം നടൻ ജനാർദ്ദനനോട് അവർ ഒരു റൂമിൽ താമസിക്കുമ്പോൾ അവർ വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ ഇപ്പോൾ സാഹചര്യമില്ല. കാരണം എൻ്റെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഒരു ബന്ധമുണ്ട്. അല്ല, എനിക്ക് വീട്ടിൽ പ്രശ്നമുണ്ട്. ഒരു പക്ഷെ ഒരു കുട്ടി ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരു മേക്കപ്പ്
മാനായ എം.ഒ. ദേവസ്യ എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞതായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വരുന്നുണ്ട്. എനിക്ക് നാട്ടിലൊരു ആശാരി സ്ത്രീയിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ഒരു നിലയ്ക്ക് എത്തിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ കുറേ ഡിസ്റ്റർബ്ഡ് ആക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വെറുതെ ഒരു സ്പാർക്ക് പോലെ എനിക്കിങ്ങനെ തോന്നി. ഇദ്ദേഹം മരണം ആഗ്രഹിച്ചിരുന്നുവോ എന്നൊരു തോന്നൽ. കാരണം ഇങ്ങനെ ഒരു സംശയം ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. ഈ 45 വർഷക്കാലം ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. കാരണം ഇപ്പം മുരളി ജയൻ പറയുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന്. അതൊന്നും എന്തായാലും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അത്രയും പേര് കണ്ടുകൊണ്ട് നിന്നിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവോ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് കൈവിട്ട് ചാടിയതാണോ എന്നൊക്കെ വെറുതെ ഒരു തോന്നൽ, അതെൻ്റെ മാത്രം തോന്നലായിരിക്കും. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആർക്കും അത് സ്വീകാര്യമാവില്ല ഞാൻ ഈ പറഞ്ഞത്, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ, അദ്ദേഹം ഇങ്ങനെ എൻ്റെ ജഡം ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ ബോഡി വരും എന്ന് പറഞ്ഞതും, അദ്ദേഹം വീണ്ടും വീണ്ടും ഇത്രയും റിസ്കി ആയിട്ടുള്ള സീൻ എടുപ്പിച്ചതും എല്ലാം അത് ആക്സിഡൻ്റ് ആയിരുന്നോ അതോ അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണോ എന്നൊക്കെ എനിക്ക് ഒരു തോന്നൽ. ഇത് കേൾക്കുമ്പോൾ എന്നോട് ഞാൻ ഈ പറഞ്ഞതിൽ ഒരുപാട് പേർക്ക് ദേഷ്യമുണ്ടാക്കാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്നോട് പൊറുക്കണം. ഞാനിത് എൻ്റെ മാത്രം ഈ വീഡിയോ ഉദ്ദേശിച്ചതേ അല്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഉടനെ ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്കതിൽ വിഷമം വന്നു എന്നുണ്ടെങ്കിൽ എന്നോട് ദയവായി പൊറുക്കണം. താങ്ക് യു.